സുമാർ BC 1500 ഈജിപ്തിലെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് വളരെ കോപത്തോടെ ഫറവോൻ 2 സൂതികർമ്മിണികളെ വിളിച്ചു വരുത്തി. ശിപ്ര, പൂവ എന്നായിരുന്നു അവരുടെ പേരുകൾ. സൂതി എന്ന് പറയുന്നത് ഒരു സംസ്കൃത വാക്കാണ്. പ്രസവം എന്നാണ് അർത്ഥം. സ്ത്രീകളുടെ പ്രസവ സമയത്ത് അവിടെ ഉണ്ടായിരിക്കുകയും അമ്മയ്ക്കും പ്രത്യേകിച്ച് കുഞ്ഞിനും വേണ്ടി പ്രവർത്തിക്കുക, ജീവനോടെ അവരെ ഭൂമിയിലേക്ക് എടുക്കുക, പ്രവേശിപ്പിക്കുക എന്നുള്ള ഉന്നതമായ ധാർമ്മികതയോടെ ചെയ്യേണ്ട ജോലിയായിരുന്നു. ഫറവോൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, എബ്രായർക്കുണ്ടാകുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണം എന്ന്. എന്നാൽ അവരത് ചെയ്യാത്തത് കൊണ്ട് ഫറവോൻ അവരെ കൊട്ടാരത്തിലേക്ക് വരുത്തിയിരിക്കുകയാണ്. ഫറവോന്റെ വാക്ക് വെറും വാക്കല്ല, അതൊരു നിയമമായിരുന്നു. പ്രാചീന കാലത്തെ അതിശക്തനായ രാജാക്കന്മാരിൽ ഒരാളാണ് ഫറവോൻ. ഫറവോന്മാരുടെ പരമ്പര തന്നെ പിന്നീട് ഈജിപ്തിനെ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സൂതികർമ്മിണികളായിട്ടുള്ള ഈ സ്ത്രീകൾ ആ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ തയ്യാറായില്ല. അവർക്ക് അവരുടെ ജോലിയോട്, ജീവനോടുകൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുക എന്ന അവരുടെ കർമ്മത്തോട്, അവരുടെ ധർമ്മത്തോട് അത്രമാത്രം പ്രതിബദ്ധതയും വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ തിരിച്ച് പോരാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അവർ. എന്നാൽ അവർ ദൈവത്തെ ഭയപ്പെട്ടു എന്നാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തോട് ധൈര്യമുണ്ടായിരിക്കുക എന്നാണ് അർത്ഥം. ഭയവും ധൈര്യവും വിപരീത പദങ്ങളാണ്, അത് ഒരുമിച്ച് പോകയില്ല എന്നാണ് പലപ്പോഴും നാം ധരിക്കുക. എന്നാൽ ദൈവഭയവും ജീവിതത്തോടുള്ള ധൈര്യവും ഒരുമിച്ച് പോകേണ്ടതാണ് എന്നുള്ളതാണ് സൂതികർമ്മിണികൾ ലോകത്തിന് നൽകുന്ന സന്ദേശം. ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള ഭക്തി തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനമാണ് അവർ ഫറവോനോട് മറുപടിയായി പറഞ്ഞത്. അത് ഒരേ സമയവും സത്യവും അവരുടെ ജ്ഞാനവും വെളിപ്പെടുത്തുന്നതായിരുന്നു. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. രാജാവിൻ്റെ ക്രോധം മരണദൂതന് തുല്യമെന്നും രാജാവിൻ്റെ കോപം സിംഹഗർജനം പോലെയാണെന്നും സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കൊട്ടാരത്തിലേക്ക് ധൈര്യപൂർവം പോകുവാൻ അവരെ ബലപ്പെടുത്തിയത് അവർക്ക് ദൈവത്തോടുണ്ടായിരുന്ന ഭയമായിരുന്നു. അവർ സാധാരണ സ്ത്രീകളായിരുന്നു, പക്ഷേ അസാധാരണ ധൈര്യമാണ് അവർ പ്രദർശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് നന്മ ചെയ്തു. ദൈവം അവരുടെ കുടുംബത്തെയും എബ്രായരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ന്യായാധിപന്മാരുടെ സംഘത്തിന്റെ മുന്നിൽ വെച്ച് മഹാപുരോഹിതൻ പത്രോസിനോട്, ഈ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ മറുപടി എന്തായിരുന്നു? മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്നാണ് പത്രോസ് പറഞ്ഞ മറുപടി. അതുകൊണ്ട് തന്നെ നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ധൈര്യമുണ്ടാവുകയാണ്. ദൈവഭയം എന്നുള്ളത് പ്രതിഫലരഹിതമായ ഒരു കാര്യമല്ല. ദൈവത്തിന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനുമല്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വെങ്കൽ ഭരണി സ്വച്ഛജടമാംസി തൈലം ഒരു സ്ത്രീ പൊട്ടിച്ച് കർത്താവിന്റെ തലയിൽ ഒഴിച്ചപ്പോൾ പരന്ന ഒരു സുഗന്ധമുണ്ട്. ആ സുഗന്ധം
ഈ സൂതികർമ്മിണികളായിട്ടുള്ള ഈ സ്ത്രീകളുടെ ജീവിതവും പരത്തുന്നുണ്ട്. ബൈബിൾ പ്രസംഗിക്കുന്ന കാലത്തോളം ഈ സ്ത്രീകളും പരാമർശിക്കപ്പെടാതെ മറവിയിലേക്ക് പോവുകയില്ല. അവരുടെ ജീവിതം ധൈര്യത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു, ദൈവഭയത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തോട് അത്ര അഭേദ്യമായി അവർ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നാം ചെയ്താൽ നാം അനുഗ്രഹിക്കപ്പെടും എന്ന പാഠമാണ് ഈ സ്ത്രീകൾ നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ഭയവും ധൈര്യവും ഒരുമിച്ച് പോകുമോ എന്ന ചോദ്യത്തിന് പോകുമെന്നാണ് ഉത്തരം. ദൈവഭയവും ജീവിതത്തോടുള്ള ധൈര്യവും ഒരുമിച്ച് പോകുന്നു. അത് ഈ സ്ത്രീകൾ പ്രഖ്യാപിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.